ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു കപ്പ ബിരിയാണിയാണ്. അപ്പോൾ ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു സവാള, ഒരു ചെറിയൊരു തക്കാളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. നമുക്കിനി മസാലയ്ക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ മാറിക്കിട്ടിട്ടുണ്ട്. ഇനി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ആ മസാലയെല്ലാം ഇതിനകത്ത് പിടിക്കുന്ന രീതിയിൽ അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് കൂടുതൽ വെള്ളം വേണ്ട. നമ്മുടെ ഇറച്ചി വെന്ത് വരുമ്പോൾ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവും. എന്നാലും ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ഇനി ഞാൻ ഇതിന് കപ്പയാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. എല്ലാം നല്ലതുപോലെ ക്ലീനാക്കി എടുത്തതാണ്. ഇനി അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് വേവട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് വേണ്ടുന്ന കുറച്ച് മസാല കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പം ഞാൻ അതിനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തരച്ചിടുമ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം തേങ്ങയെല്ലാം നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. അത് അവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഊറ്റി മാറ്റി വെക്കാം. നമ്മൾ വറുത്ത തേങ്ങയാണ്, അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മെഴുക് പോലെ ഒന്നും അരയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്ന രീതിയിൽ മാത്രം അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 10 ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു കറിവേപ്പില, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുത്തതിന് ശേഷം മസാല ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇറച്ചി വേവിക്കാൻ നേരം നമ്മൾ മസാലയും പൊടികളും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനുസരിച്ചിട്ട് വേണം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇതൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ആ മസാലയൊക്കെ അതിനകത്ത് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കപ്പയും ബീഫും എല്ലാം കൂടെ ഒന്ന് സെറ്റാവുന്ന രീതിയിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ഇതിനകത്തേക്കൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.